പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം റോസ് ഫാമിലി FB പേജിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനും ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചില വചനങ്ങളെ ചിന്തിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസി റോസലിൻ ആന്റിയെയും കുടുംബത്തെയും ഇതിന്റെ എല്ലാ അഡ്മിൻസിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അന്ത്യകാലമാണല്ലോ. നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എനിക്ക് സംസാരിക്കാനുള്ളതാണ് തന്നെത്താൻ ഒരുങ്ങുന്ന മണവാട്ടി. ഹല്ലേലൂയ. നാം ഇതുവരെയും കേൾക്കാത്തൊരു കാര്യമാണല്ലേ. സ്തോത്രം. ഒരു മണവാട്ടിമാരും തന്നെ ഒരുങ്ങുന്നതായിട്ട് നാം ഇതുവരെയും കേട്ടിട്ടില്ല. ലോകത്തെങ്ങും കേട്ടിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഹല്ലേലൂയ ഒരു മണവാട്ടിയെ ഒരുക്കാനുണ്ടാവും. ബ്യൂട്ടീഷ്യൻ. ഇന്നത്തെ കാലത്താണെങ്കിൽ ബ്യൂട്ടീഷ്യൻ തലേദിവസം 2-3 ദിവസം മുമ്പേ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഹല്ലേലൂയ തന്നെത്താൻ ഒരുങ്ങുന്ന മണവാട്ടി. ഹല്ലേലൂയ. ഇതിന്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു തിരുവചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു. അതുകൊണ്ട് നാം സന്തോഷിച്ച് ഉല്ലസിക്കും. ഇവിടെ കുഞ്ഞാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞാടെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെയാണ്. ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന് കൊടുത്തിരിക്കുന്ന വിശേഷണ നാമമാണ് കുഞ്ഞാടെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയാണ് കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവും കർത്താവിന്റെ കാന്തയാകുന്ന മണവാട്ടി സഭയും തമ്മിലുള്ള വേളിക്ക് ഹല്ലേലൂയ സ്തോത്രം കല്യാണത്തിന്റെ സമയം വന്നിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. സമയം വന്നുവല്ലോ. കല്യാണ ദിവസം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവകുഞ്ഞുങ്ങളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. കൃപയാൽ ഈ നാളുകളിൽ ഹല്ലേലൂയ നാം കർത്താവിനോട് കൂടുതൽ അടുക്കേണ്ടുന്ന സമയം. നാം തന്നെത്താൻ ഒരുക്കപ്പെടേണ്ട സമയമാണ്. ഹല്ലേലൂയ. നാമാണ് ആ മണവാട്ടി. ഹല്ലേലൂയ. നാം ഓരോരുത്തരുമാണ് ആ മണവാട്ടി. ഹല്ലേലൂയ. നാം നമ്മുടെ സഭയാണ് മണവാട്ടി. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കുന്ന സഭ. ഹല്ലേലൂയ. കർത്താവ് തന്നെത്താൻ ഒരുക്കുന്ന സഭയെ ചേർക്കുവാൻ അല്ലെങ്കിൽ തന്റെ കാന്തയായിരിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ വരുവാനുള്ള സമയം അടുത്തു. കുഞ്ഞാടിന്റെ കല്യാണം അടുത്തു. മധ്യാകാശത്തിന്റെ മണിയറയിൽ വെച്ച് ഒരു വിവാഹമുണ്ട്. ഹല്ലേലൂയ. നാം കർത്താവുമായി വിവാഹ സമ്മതം ഉടമ്പടി ചെയ്തൊരു നാളുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇതിന്റെ തിരുവചനം വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുകയാണ് പൗലോസ്. സ്തോത്രം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആ ഭയപ്പെടുന്ന സാഹചര്യം. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു സഭയായിട്ടല്ല അല്ലെങ്കിൽ കുടുംബമായിട്ടല്ല. ഇവിടെ എന്റെ ചോദ്യം വ്യക്തിപരമായി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നുണ്ടോ? നാം തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. എല്ലാവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഹല്ലേലൂയ മഹത്വം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോടൊത്തായിരുന്ന പല സന്ദർഭങ്ങളിലും ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ തക്ക ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നാം തയ്യാറായിട്ടുണ്ടോ? സ്തോത്രം. നാം തന്നെത്താൻ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. തന്നെത്താൻ ഒരുക്കപ്പെടുക. കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം ആവശ്യമുണ്ട് അവൾക്ക്? കറ, വാട്ടം, കളങ്കം. ഹല്ലേലൂയ. ഇതൊന്നുമില്ല. ഇതെല്ലാം മാറ്റണം.
ഹല്ലേലൂയ തന്നെത്താൻ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ കറപാടില്ല എവിടെയെങ്കിലുമൊക്കെ അല്ലല്ലേ നമ്മുടെ സ്തോത്രം ബ്യൂട്ടീഷ്യന്മാർ ചെയ്യുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്തൊക്കെയൊക്കെയോ ചെയ്യും അവര് പുരികം പഠിക്കുക അങ്ങനെ ബ്യൂട്ടീഷ്യൻ അടുത്ത് കൊണ്ടുപോയി മണവാട്ടിയെ ഒരുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവരെ മുഖത്ത് ചെയ്യുന്നുണ്ട്, ബ്ലീച്ച് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഒരു ദിവസം പോയി നിന്നാൽ നമുക്കത് കാണുവാൻ സാധിക്കും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ വിവിധമായിരിക്കുന്ന ഒരു പൊട്ടോ ചുളുക്കമോ ഒന്നും വരാതെ മണവാട്ടിയെ സുന്ദരമാക്കി ഒരുക്കുന്ന അനുഭവം ഹല്ലേലൂയ. അത് തന്നെത്താൻ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. തന്നെത്താൻ ചെയ്യുന്നു ഹല്ലേലൂയ. തന്റെ കാന്തിയായിരിക്കുന്ന മണവാട്ടി വേറെ ആരും അല്ല അവളെ ഒരുക്കുന്നത്, തന്നെത്താൻ ഒരുങ്ങുകയാണ്. കറ, വാട്ടം, ചുളുക്കം, സ്തോത്രം ഇതൊന്നുമില്ലാതെ തന്നെത്താൻ ഒരുങ്ങണം. സ്തോത്രം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ തന്നെത്താൻ ഒരുങ്ങുന്ന മണവാട്ടിയെ ഓരോ നിമിഷവും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അരുമ മണവാളൻ ഓരോ നിമിഷവും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ബ്യൂട്ടീഷ്യൻ വേണ്ടാത്തൊരു മണവാട്ടി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശേഷ വസ്ത്രം ധരിക്കണം. അടുത്തത് അവളുടെ ബ്യൂട്ടീഷ്യൻ അവളുടെ സൗന്ദര്യമായിരിക്കുന്ന പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കുകയാണ്. കറ, വാട്ടം, ചുളുക്കം ഇവയൊന്നുമില്ലാതെ, മാലിന്യം ഏതുമില്ലാതെ ഹല്ലേലൂയ തന്നെത്താൻ ഒരുക്കുകയാണ്. തന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഓരോ ദിവസവും തനിക്ക് നേരിടാവുന്ന വിഷയങ്ങളിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നവൾ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതിന്റെ 2-ാമത്തെ പോയിന്റാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഇവിടെ തന്നെത്താൻ സൂക്ഷിക്കുകയാണ്. അവിടെ തന്നെത്താൻ മണവാട്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി തന്നെ അല്ലെ ആ മണവാട്ടി തന്നെയാണ് ഇവിടെ കർത്താവ് ഹല്ലേലൂയ കർത്താവിനാൽ വിളിച്ചു വേറത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന കർത്താവിനെ മനസ്സിലാക്കി, കർത്താവിനെ അറിഞ്ഞ്, കർത്താവുമായി ഉടമ്പടി ചെയ്ത് ഇനി എന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ഹല്ലേലൂയ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കാൻ ഹല്ലേലൂയ അവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അവന് നല്ല ബോധ്യമുണ്ട് ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന്, നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെത്താൻ സൂക്ഷിക്കുക. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുക. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ച അവന് ആ സുബോധം, ആ പരിജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കളങ്കമില്ലാതെ നിൽക്കണം. ഹല്ലേലൂയ. നല്ല മണവാട്ടിയായി നിൽക്കണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സകല കന്മഷവും നീക്കി ഹല്ലേലൂയ, സകല മാലിന്യവും മാറി ഹല്ലേലൂയ, അതെല്ലാം വിട്ടോടി ഹല്ലേലൂയ, എല്ലാ പാപത്തിന്റെ വഴികളെയും വിട്ടോടി ഹല്ലേലൂയ അവൻ കർത്താവിന് വേണ്ടി തന്നെത്താൻ ഒരുക്കുക, തന്നെത്താൻ സൂക്ഷിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവൻ തന്നെത്താൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നാം എത്ര തന്നെത്താൻ സൂക്ഷിക്കാൻ നാം ശ്രമിച്ചാലും ഇങ്ങോട്ട് വരും. നമ്മളെ പാപത്തിൽ വീഴിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ വിരുദ്ധ തെറ്റിക്കുവാൻ ഇങ്ങോട്ട് വരും സാത്താൻ. ഹല്ലേലൂയ. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയാണ് നമ്മെ വീഴ്ത്തിക്കളയേണ്ടത്, എവിടെയാണ് നമ്മെ പരാജയപ്പെടുത്തേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുക, ഉന്നം വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങോട്ട് വന്ന് പാപത്തിൽ വീഴിക്കുവാൻ, കെണിയിൽപ്പെടുത്തുവാൻ ഹല്ലേലൂയ അവൻ ഒരുക്കത്തോടെ, അവൻ എപ്പോഴും ജാഗരൂകനായിട്ടായിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ജനമായിരിക്കും നമുക്കാണ് പലപ്പോഴും നാം അതിൽ ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ നാം വീണു പോകുന്നത്. ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ നമുക്ക് പാപത്തിൽ വീഴേണ്ട സാഹചര്യം വന്നാൽ പലപ്പോഴും നാം അതിൽ വീണു പോകുന്നതിന്റെ കാരണം നാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഹല്ലേലൂയ വഷളായി പോകുന്ന അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് ഒരു സാഹചര്യം, പാപ സാഹചര്യം വരുമ്പോൾ നാം അതിൽ പെട്ടുപോകുന്നത്. ഹല്ലേലൂയ. ആ ഏകാഗ്രതയും നിർമ്മലതയും എപ്പോഴും കാത്തുകൊള്ളുവാൻ ദൈവത്തിന്റെ ജനം എപ്പോഴും ജാഗരൂകരായിരിക്കണം. സ്തോത്രം 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 സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ ഒരു വചനം ഇപ്രകാരമുണ്ട്, 5:20. ഇതാണ് 5:22 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. അതിൽ പറയുന്ന ഇങ്ങനെയുണ്ട്,
ക്രിസ്തുവും 25 വാക്യത്തിലാണ് 5:25. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് തന്നെത്താൻ അവൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തന്റെ കാന്തയാവുന്ന മണവാട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാ? ഹല്ലേലൂയ. ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഹല്ലേലൂയ. ജലസ്നാനത്താൽ വെടിപ്പാക്കി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിൽ നിന്ന് ജനിച്ചു. എന്നിട്ടോ വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത, ഹല്ലേലൂയ, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നാം എങ്ങനെ ദൈവത്തിന് നിൽക്കണം, എങ്ങനെ സ്വർഗരാജ്യം പ്രാപിക്കണം, എങ്ങനെ അവന്റെ മണവാട്ടിയായി തീരണം, ഹല്ലേലൂയ എന്നുള്ള കാര്യത്തിന്റെ ഒരു ഉത്തരവാദിത്വം, അതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഉഭയസമ്മത, ഒരു ഉടമ്പടിയുടെ ഒരു ഉദാഹരണപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവ് അങ്ങനെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നാം തന്നെത്താൻ സൂക്ഷിക്കുന്നവരായി തീരണം. പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നവർ. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പാപത്തിന്റെ, ഈ ലോകം മുഴുവൻ പാപത്തിന്റെ കണികകളാൽ നിബിഡമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ഓരോ വഴികളും, പാപത്തിന്റെ ഓരോ സാഹചര്യങ്ങളാൽ നമ്മുടെ ഈ ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം എങ്ങോട്ട് തിരിഞ്ഞാലും ഏതെങ്കിലും ഒരു വിധത്തിലുള്ള വിഷയത്തിൽ ചെന്ന് പെടുമാറുള്ള, ഹല്ലേലൂയ, അത്രയും വഷളത്വമാണ് ഈ ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അത്രയും കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇതിലൊന്നും പെടാതെ നാം, ഹല്ലേലൂയ, ശുദ്ധയും നിഷ്കളങ്കയും ഒക്കെ ആയി കർത്താവിന്റെ അരുമ മണവാട്ടിയായി തന്നെത്താൻ ഒരുക്കപ്പെടണം, തന്നെത്താൻ ഒരുങ്ങണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനഭാവം വായിക്കുമ്പോൾ, ഈ വിഷയം ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആനന്ദമാണ്. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരാത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ഒരല്പസമയം ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയൊരു സന്തോഷമാണ്, ഒരാനന്ദമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ, ഹല്ലേലൂയ, ആ നല്ല നിമിഷത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. മധ്യാകാശ മണിയറയിൽ കാന്തരുമായി വേളി ചെയ്യുവാൻ, അല്ലെങ്കിൽ വാസം ചെയ്യുവാൻ എന്റെ ഉള്ളം കൊതിക്കുന്നു, എന്റെ മനസ്സ് കൊതിക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ള പാട്ടുകളാണ് പാട്ടുകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നു. സ്തോത്രം. കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അരുമ മണവാട്ടിയായി നാം തന്നെത്താൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ രാത്രിയിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നാം ഈ രാത്രിയിൽ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? മൽപ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ? മൽപ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ കഷ്ടതയിൽ നാം പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അവന്റെ കഷ്ടതയിൽ നാം പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളണം. എന്താ? അവന്റെ നിന്ന വഹിക്കുന്നത്. ഹല്ലേലൂയ. നാം അവന്റെ കഷ്ടതയിൽ പങ്കുള്ളവരായിത്തീരും. അവന്റെ നിന്ന വഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അവന് വേണ്ടി നാം അടികൊള്ളുമ്പോൾ, അവന് വേണ്ടി നിന്നയേൽക്കുമ്പോൾ, പരിഹാസമേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നാം അവന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും അവന് വേണ്ടി ഒരു വാക്കെങ്കിലും ഒരാളോടെങ്കിലും പറയുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രസാദിക്കുന്ന നാളുകളായിരിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ, ഹല്ലേലൂയ, ആ വൻ കൃപയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവൾക്ക്
ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്തത് അവൾ ഒരുങ്ങുന്ന ഹല്ലേലൂയ സംഭവം വസ്ത്രം ധരിക്കുക. മണവാട്ടിക്ക് വസ്ത്രമുണ്ടല്ലേ? മണവാട്ടിയുടെ വസ്ത്രമുണ്ട്, കല്യാണ വസ്ത്രമുണ്ട്, വിവാഹ വസ്ത്രമുണ്ട്. ഹല്ലേലൂയ. കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ, അല്ലെങ്കിൽ കല്യാണത്തിന് വസ്ത്രം വാങ്ങിച്ചോ, കല്യാണത്തിന് വസ്ത്രം എടുക്കാൻ പോകുന്നതൊക്കെ ഒരു ആഘോഷമാണ്. ഇവിടെ പറഞ്ഞിരിക്കുക വിശേഷ വസ്ത്രം, അത് ശുദ്ധമാണ്, ശുഭ്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവമക്കൾക്കൊക്കെ ഹല്ലേലൂയ ശുദ്ധമായിരിക്കുന്ന, ശുഭ്രമായിരിക്കുന്ന അല്ലെ വസ്ത്രത്തിനൊക്കെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ദൈവമക്കൾക്ക്, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഡ്രസ് കോഡ് ഉണ്ട്. വേണ്ടും വണ്ണം നന്നായി നല്ലതുപോലെ വസ്ത്രം മാന്യമായിട്ട് ധരിക്കണമെന്നുള്ളൂ ദൈവജനത്തിന്റെ പ്രമാണമാണ്. നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ പിതാക്കന്മാരൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സ്, അവർക്ക് നമ്മളെ പോലെ ഇപ്പോഴത്തെ പോലെ ധാരാളം ഡ്രസ്സുകളൊന്നുമില്ല, അല്ല നല്ല അഴകൊത്ത നല്ല വെണ്മയുള്ള ഡ്രസ്സുകളൊന്നുമില്ല. ഉള്ളത് അവർ കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയായി ദൈവത്തെ ആരാധിക്കാൻ പോകും, അല്ലെങ്കിൽ ദൈവമക്കളായി നടക്കും. വൃത്തിയോടെ അവരുടെ വീടും പരിസരവും ഉള്ളത് ഹല്ലേലൂയ വളരെ വൃത്തിയായി, വളരെ ഹല്ലേലൂയ അലങ്കാരമായി. ഒരു ദൈവ പൈതൽ താമസിക്കുന്ന ഇടമെന്ന ഹല്ലേലൂയ ആ ഒരു പേര് ഹല്ലേലൂയ പ്രത്യേകിച്ചറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും, ദൈവമക്കൾ താമസിക്കുന്ന വീട് കണ്ടാറിയാം, പെന്തക്കോസുകാർ താമസിക്കുന്ന വീട് കണ്ടാൽ അറിയാം, ഹല്ലേലൂയ അവരെ കണ്ടാൽ അവരുടെ വസ്ത്രത്തിൽ അറിയാം എന്ന് ഹല്ലേലൂയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അത് ദൈവമക്കളല്ല, അവിശ്വാസികളായിട്ടുള്ളവര് ഹല്ലേലൂയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ നമുക്ക് ഹല്ലേലൂയ നല്ല അറിവാണ്, നല്ല ഒരു മാതൃകയാണ്. ദൈവജനം ഹല്ലേലൂയ നല്ല വിശേഷ വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമാണ്. ഒരുപാട് കടുംപെട്ടുള്ള വസ്ത്രങ്ങളല്ല ഇവിടെ പറയുന്നു, ദൈവവചനത്തിൽ പറയുന്നു, പലയിടങ്ങളിലും പറയുന്നുണ്ട് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം, വെള്ള വസ്ത്രം. കർത്താവ് മറുരൂപ മലയിൽ കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ 2 ശിഷ്യന്മാരും കൂടി ആയിരുന്നപ്പോൾ അവിടെ വെച്ച് ഹല്ലേലൂയ ഈ ഭൂമിയിലെ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തത്ര വെണ്മയായിരുന്നു എന്റെ വസ്ത്രത്തിന് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നാം ചിന്തിക്കണം, വെള്ള വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ നാം ആലയത്തിലേക്ക് പോകണം, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ കാന്തയാവുന്ന മണവാട്ടി തന്നെത്താൻ ഒരുങ്ങുവാൻ എന്തൊക്കെ വേണം? ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഒന്നുമില്ലാതെ ഹല്ലേലൂയ ആയിരിക്കേണ്ടതിന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അവസാന തുള്ളി രക്തം വരെയും അതിനുവേണ്ടി അവൻ ചൊരിയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ശുദ്ധയും ശുഭ്രവുമായ വസ്ത്രം, ഹല്ലേലൂയ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ വിശേഷ വസ്ത്രം ധരിപ്പാനുള്ള കൃപ. ഹല്ലേലൂയ. അത് ഇവിടെ താഴെ പറയുന്നത്, ആ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. ഹല്ലേലൂയ. അടുത്ത അലങ്കാരം വരിക, അടുത്ത മണവാട്ടി അലങ്കരിക്കുന്ന അടുത്ത സംഭവം പ്രവർത്തികൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രവർത്തികൾ, നീതി പ്രവൃത്തികൾ. ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ ഒരു ദൈവം മകളുടെ ഹല്ലേലൂയ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രവർത്തികളാണ്, നീതി പ്രവൃത്തികളാണ്. നീതി പ്രവൃത്തികൾ. ഹല്ലേലൂയ. കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? കറ പുരണ്ടതായിരിക്കരുത്, ഒരു കറ പോലുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ മനോഹരമായ ആ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ച ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ എപ്രകാരമായിരിക്കണം? നീതി പ്രവൃത്തികളെ കൊണ്ടാണ് ആ വസ്ത്രം. ഹല്ലേലൂയ. അതാണ് ആ വസ്ത്രം, ധരിക്കുന്ന വസ്ത്രം, നീതി പ്രവൃത്തികൾ. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് ഹല്ലേലൂയ ആ വിശേഷ വസ്ത്രം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം, നമ്മെ അറിയുന്നവർ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ നോട്ടത്തില്, ചിന്തയില് ഹല്ലേലൂയ ആർക്കും ഒരു പാപം ചെയ്യുവാനുള്ള സാഹചര്യമോ ഇടയോ കൊടുക്കാതെ വണ്ണമായിരിക്കും നമ്മുടെ സംസാരങ്ങൾ പോലും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരെയും ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് കുടുക്കിക്കളയും. ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കുടുക്കിക്കളയും, പാപത്തിൽ വീഴ്ചകളയും, നോട്ടം കൊണ്ട് പാപത്തിൽ വീഴ്ച കളയുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കരുത്. ഹല്ലേലൂയ. അവളുടെ വായിൽ നിന്ന് വരുന്നത് സ്തോത്രമത്രേ. ഹല്ലേലൂയ. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റേതായ ഗൗരവത്തിൽ മാത്രം എടുത്ത് ഹല്ലേലൂയ ആ ഗൗരവത്തിൽ തന്നെ അതിനെ പ്രതികരിക്കുക. ഹല്ലേലൂയ. ഡബിൾ മീനിങ്ങിലോ ഹല്ലേലൂയ അല്ല എങ്കിൽ ദൈവ മക്കൾക്ക് യോഗ്യമായതല്ലാത്ത ഹല്ലേലൂയ ഭാഷയിലൊന്നും സംസാരിക്കുവാൻ ഇടയാകാതെ ദൈവത്തിന്റെ കൃപയിൽ തന്നെത്താൻ ഒരുക്കുക.
ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാത്തോണം. സ്തോത്രം, സ്തോത്രം. നാവിനെ കടിഞ്ഞാണിട്ട് കാത്തുകൊള്ളണം. സ്തോത്രം. തന്നെത്താൻ ഒരുക്കുന്നതിന്റെ ഭാഗങ്ങൾ അതൊക്കെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കണ്ണുകളെ ഒരുക്കാം. ഹല്ലേലൂയ. കണ്ണുകളെ നമുക്ക് ഒരുക്കാം. എങ്ങനെയാ? ആവശ്യമില്ലാത്ത ഒന്നും കാണാം. എന്റെ കണ്ണ് ഹല്ലേലൂയ ചൊവ്വുള്ളതായിരിക്കട്ടെ. എന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ എന്റെ ശരീരം മുഴുവൻ വെടിപ്പുള്ളതായിരിക്കും. ശരീരം മുഴുവൻ ചൊവ്വുള്ളതായിരിക്കും. ദൈവജനത്തിൽ പറയുന്നു, സുവിശേഷത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ചൊവ്വുള്ളതായിരിക്കും, വെടിപ്പുള്ളതായിരിക്കും. സ്തോത്രം. അല്ലെങ്കിലോ, കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിലോ മുഴുവൻ ഇരുട്ടായിരിക്കും, അന്ധകാരമായിരിക്കും, ഇരുട്ടത്ത് പോകുന്ന അനുഭവമായിരിക്കും. ഹല്ലേലൂയ. ആർക്കും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവ കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാം. നാം എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? ഹല്ലേലൂയ. നാം തന്നെത്താൻ ഒരുക്കുന്നവർ, തന്നെത്താൻ സൂക്ഷിക്കുന്നവർ. ഇനി വേറൊരു ഭാഗം ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18:14 പറയുന്ന കാര്യം, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അവിടെയും ഒരു തന്നെത്താൻ എന്നുള്ള പദപ്രയോഗം കണ്ടിട്ടാണ് ഞാനത് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. തന്നെത്താൻ താഴ്ത്തുന്നവൻ, തന്നെത്താൻ ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. ചുങ്കക്കാരനും ഹല്ലേലൂയ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയൊരു സംഭവം അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നതിലുള്ള അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നതാണ്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വേറെ ഒരാൾ താഴ്ത്തുകയല്ല, നാം തനിയെ കർത്താവിന്റെ സന്നിധിയിൽ താഴുക. കർത്താവേ, ഇന്ന കുറവുകളൊക്കെ എന്റെ ജീവിതത്തിൽ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. ആ ചുങ്കക്കാരൻ പറയാ, അങ്ങോട്ട് നോക്കുവാൻ പോലും അവന് യോഗ്യതയില്ലാത്തവരായി അവൻ കുനിഞ്ഞു നിന്നിട്ട് പറയാ, കർത്താവേ, ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പാപിയായ മനുഷ്യനെ ഹല്ലേലൂയ തന്നെത്താൻ താഴ്ത്തുകയാണ്. അവിടെ പറയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. എന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തന്നെത്താൻ നമുക്ക് താഴ്ത്താം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ നല്ല ദാസനെയും നല്ല ദാസി എന്ന് വിളി കേൾക്കുവാൻ ഹല്ലേലൂയ നമുക്ക് തന്നെത്താൻ താഴ്ത്തി കൊടുക്കാം. സ്തോത്രം. നമുക്ക് തന്നെത്താൻ ഒരുക്കാം, തന്നെത്താൻ ഒരുക്കപ്പെടാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവിന്റെ ഹല്ലേലൂയ അതിശ്രേഷ്ഠകരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ലോകമെമ്പാടും ഹല്ലേലൂയ എല്ലാ മാധ്യമങ്ങളിൽ കൂടി മീഡിയകളിൽ കൂടിയൊക്കെ ധാരാളം ദൈവവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ദുഷ്ടനായിരിക്കുന്നവർ, സാത്താനായിരിക്കുന്നവർ ദൈവജനത്തെ വഷളാക്കി കളയുവാൻ അതിനനുസരിച്ച് സാത്താന്റെ തന്ത്രങ്ങളും അതിനിടയ്ക്കൂടെ കയറി വന്നിട്ട് വൃതന്മാരെ കൂടി തെറ്റിച്ചു കളയുന്ന അനുഭവങ്ങളിൽ കൂടിയാ പോകുന്നത്. തമ്മിൽ സ്നേഹമുണ്ടായിരുന്നവർ, പരസ്പരം കൈകോർത്ത് പിടിച്ചിരുന്നവർ ഇന്ന് കൈകോർത്ത് പിടിക്കുന്നില്ല. പരസ്പരം അവർക്ക് സ്നേഹമില്ല. അവരെല്ലാം പരസ്പരം ഹല്ലേലൂയ വിദ്വേഷവും പകയുമായി ഹല്ലേലൂയ അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുക. ദൈവസ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവസ്നേഹമില്ലാതായിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ കാന്തയായിരിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ നമ്മുടെ അരുമനാഥൻ വരുമ്പോൾ ഹല്ലേലൂയ നാം തന്നെത്താൻ ഒരുക്കപ്പെട്ട നല്ല മണവാട്ടിയായി ഹല്ലേലൂയ സ്തോത്രം, ഉത്തമ മണവാട്ടിയായി ഹല്ലേലൂയ ഉത്തമ മണവാട്ടിയായി നമുക്കായിരിക്കാം. ഉത്തമ മണവാട്ടിയായി, ഒരു ഉത്തമ മണവാട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് വേണം. കറവാട്ട ചുളുക്കം ഇതൊന്നുമില്ലാതെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന ആ വലിയ സ്നേഹത്തിൽ നാം ഓരോ ദിവസവും വസിക്കണം. ഓരോ ദിവസവും നാം അവന്റെ സ്നേഹത്തോട് ചേർന്ന് വസിക്കണം. ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ വൻകൃപ നാം ഓർക്കണം. അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ നിത്യരക്ഷ ഹല്ലേലൂയ ആ നിത്യ പ്രത്യാശയോടെ ആ നിത്യഭവനത്തിൽ നാം എത്തിച്ചേരുവോളം നാം അതിൽ നിന്ന് വ്യതിചലിക്കാതെ വണ്ണം നമുക്ക് ഓരോ ദിവസവും ഹല്ലേലൂയ തന്നെത്താൻ നമുക്ക് ശുദ്ധീകരിക്കാം, തന്നെത്താൻ നമുക്ക് ഹല്ലേലൂയ സൂക്ഷിക്കാം, ഹല്ലേലൂയ തന്നെത്താൻ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ അവന്റെ നല്ല മണവാട്ടിയായി ഹല്ലേലൂയ അവന്റെ നല്ല സഖിയായി മധ്യാകാശത്തിലെ മണിയറയിൽ നമുക്ക് വാസം ചെയ്യേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെയാണല്ലോ പാട്ടുകാരൻ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാം ആ പന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാം
ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ, എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വാനമേഘത്തിൽ വേഗത്തിൽ ഒരുവൻ സമയമായി. തന്റെ കാന്തിയായിരിക്കും നമുക്ക് ഒരുങ്ങാം. ഓരോ ദിവസവും തന്നെത്താൻ ഒരുക്കപ്പെട്ട്, തന്നെത്താൻ സൂക്ഷിക്കപ്പെട്ട്, തന്നെത്താൻ താഴ്ത്തപ്പെട്ട് നല്ല മണവാട്ടിയായി, ഉത്തമ മണവാട്ടിയായി കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഇതിലേക്ക് എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയെയും എല്ലാ അഡ്മിൻസിനെയും കുടുംബത്തെയും എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തു നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.